ഏവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ശംഖുമുഖം കടൽ തീരം. വിശ്രമത്തിനുള്ള എല്ലാ ചേരുവകളും അടങ്ങിയ ശംഖുമുഖം ബീച്ചിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും 8 കിലോമീറ്റർ മാത്രമാണ് ശംഖുമുഖത്തേക്കുള്ള ദൂരം. കിഴക്കേക്കോട്ടയിൽ നിന്നും ശംഖുമുഖം ജംഗ്ഷനിലേക്ക് ഡയറക്റ്റ് ബസ് ലഭ്യമാണ്. ശംഖുമുഖം ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശംഖുമുഖം ദേവീ ക്ഷേത്രമാണ്. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം കേരളത്തിലെ പരമ്പരാഗത ക്ഷേത്ര വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശംഖുമുഖം ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയാണ് എൻട്രി ഗേറ്റ്. ഇവിടെ പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് ചാർജ് ഒന്നും തന്നെയില്ല. സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് പാർക്ക് ചെയ്യാനായി വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ബീച്ചിന് സമീപം തന്നെയുണ്ട്. വൈകുന്നേരങ്ങളിലെ കാഴ്ചകൾ കാണുവാനും അസ്തമയ സൂര്യന്റെ ഭംഗി ആസ്വദിക്കുവാനും കൂട്ടുകാരുമായും കുടുംബങ്ങളുമായും ധാരാളം പേര് ഇവിടെ എത്തുന്നുണ്ട്. വഴിയോര കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ബീച്ചിൽ കാണാം. DTPCയുടെ നേതൃത്വത്തിൽ സ്വകാര്യ ഏജൻസികളുടെ സഹായത്തോടെ പുതിയ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കുട്ടികളെ ലക്ഷ്യമിട്ട് ടോയി കാറുകളും ടോയി ട്രെയിനുകളുമൊക്കെ ബീച്ചിൽ തയ്യാറാണ്. കടൽക്കാറ്റേറ്റ് നടക്കാൻ പാകത്തിൽ ഇടവഴിയും കൈകോർത്തിരിക്കുവാൻ മനോഹരമായ ഇരിപ്പിടങ്ങളും കുരുന്നുകൾ ഓടിക്കളിക്കുവാൻ വിശാലമായ പുൽത്തകടിയുമൊക്കെ ശംഖുമുഖം ആളെ കൂട്ടുന്നിടമാക്കി മാറ്റുന്നു. പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ജലകന്യക ശില്പം ശംഖുമുഖത്തിന്റെ ട്രേഡ് മാർക്കാണ്. ഇത്രയും മനോഹരിയായ ജലകന്യകയെ കടൽക്കാറ്റേറ്റ് നോക്കിയിരിക്കുന്നതിന് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ശംഖുമുഖത്ത് ആരംഭിച്ച ഡെസ്റ്റിനേഷൻ വെഡിങ്ങിൽ ഈ ജലകന്യകയുടെ സൗന്ദര്യം ഫോട്ടോഗ്രാഫർമാർ മാക്സിമം ഉപയോഗിക്കാറുണ്ട്. ജലകന്യകയ്ക്ക് ചുറ്റുമുള്ള ചിൽഡ്രൻസ് പാർക്കിൽ കുട്ടികൾ വളരെ സന്തോഷത്തോടെ കളിച്ച് തിമിർക്കുന്നത് കാണാം. ഇന്ത്യൻ എയർഫോഴ്സ് റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്റർ ശംഖുമുഖം ബീച്ചിലെ മറ്റൊരു ഗംഭീര കാഴ്ചയാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് എൻ്റെ മൂല്യം എന്ന ഫ്ലെക്സ് ബോർഡ് കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അഭിമാനം തോന്നും. ഈ വിസ്മയകരമായ ഹെലികോപ്റ്ററിന് സഞ്ചാരികൾക്കിടയിൽ വലിയ ജനപ്രീതിയുണ്ട്. രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കൽമണ്ഡപം ശംഖുമുഖത്തിന്റെ മറ്റൊരു ഗംഭീര പ്രത്യേകതയാണ്. കുടുംബത്തോടൊപ്പവും സ്നേഹിതർക്കൊപ്പവും സൊറ പറഞ്ഞിരിക്കുവാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെങ്ങുമില്ല. ചിലർ സ്കൂട്ടർ പാർക്ക് ചെയ്യുവാനും ഈ കൽമണ്ഡപത്തോട് ചേർന്ന സ്ഥലം ഉപയോഗിക്കുന്നു. ബീച്ചിലൂടെയുള്ള കുതിരസവാരി നടത്താൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി കുതിരക്കാരൻ കാത്തു നിൽക്കുന്നതും ഒരു കാഴ്ചയായിരുന്നു. വഴിയോര കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ബീച്ചിൽ കാണാം. സ്ട്രീറ്റ് ഫുഡിന്റെ രുചികൾക്കൊപ്പം ചെറിയ ഷോപ്പിങ്ങുകൾക്കുള്ള എല്ലാ സംഭവങ്ങളും ബീച്ചിലുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെ ആകർഷിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ ഒരു നീണ്ട നിരയും ബീച്ചിൽ കാണാം. ബീച്ചിൽ തന്നെയുള്ള പ്രശസ്തമായ ഒരു റെസ്റ്റോറൻ്റാണ് ഓൾഡ് കോഫി ഹൗസ്. ഈ കോഫി ഹൗസിൽ ഇരുന്ന് സൂര്യാസ്തമയം കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു അടിപൊളി ഫീലാണ്. നിരവധി ബോട്ടുകളും ഈ ബീച്ചിലുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ബോട്ടുകളുടെ ഉള്ളിലെ കാഴ്ചയും ഗംഭീരമാണ്. ഈ ബോട്ടുകളിലൊക്കെ ഇരുന്ന് ഒരുപാട് ആളുകൾ സൂര്യാസ്തമയം ആസ്വദിക്കുന്നത് കാണാം. കുട്ടികളെ ആകർഷിക്കുന്ന കളിപ്പാട്ടങ്ങളുമായി നിൽക്കുന്ന ഈ കച്ചവടക്കാരന് നല്ലൊരു കാഴ്ച തന്നു. ബീച്ചിൽ ഒരുപാട് ഇരിപ്പിടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വിശ്രമിക്കാൻ പറ്റിയ അന്തരീക്ഷമാണ്. ഇത് ഈ ബീച്ചിലേക്ക് ആളുകളെ കൂടുതലായി എത്തിക്കുന്നതിന് കാരണമാകുന്നു. ശംഖുമുഖത്തെ കടൽ തിരമാലകളുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. സൂര്യാസ്തമയമാകുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. തിരമാലകൾക്കൊപ്പമുള്ള തണുത്ത കാറ്റും ഇവിടെ ഒരു പ്രത്യേക വൈബ് നൽകുന്നു. ശംഖുമുഖം ബീച്ച് പ്രകൃതിയും സാംസ്കാരികവുമായ മഹത്വത്തിന്റെ ഒരു ഭാഗം പ്രദാനം ചെയ്യുന്നു. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രത്തിന് ടൂറിസം വകുപ്പ് 4 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വെള്ളം, മണലും വിശാലമായ അന്തരീക്ഷവും നഗരത്തിലെ ജനക്കൂട്ടത്തിൽ നിന്ന് അകന്ന് വിശ്രമിക്കാനുള്ള ചേരുവകളും ശംഖുമുഖം ഒരു വിസ്മയമാക്കുന്നു. ശംഖുമുഖത്തെ കാഴ്ചകൾ ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.